യെസ് മൈ ബോയ്, പറയൂ. എടാ നീറ്റിന്റെ എക്സാം ഇങ്ങ് എത്തിയില്ലേ? അതെ. ഡ്രസ്സ് എടുക്കണ്ടേ? എടാ സാധാരണ വിഷുവിനും പെരുന്നാളിനല്ലേ ഡ്രസ്സ് എടുക്കുക. നീറ്റ് എക്സാമിന് ഡ്രസ്സ് എടുക്കണോ? പിന്നെ നീറ്റ് എക്സാമിന് ഡ്രസ്സാ? ആ നീറ്റ് എക്സാമിന് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീറ്റ് എക്സാമിന് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ വാർഡ്രോബിലുള്ള ഡ്രസ്സുകൾ തന്നെ കൃത്യമായി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്പയർ ചെയ്യുന്ന സമയത്ത് ധരിക്കാനായിട്ട്. അതായത് ഒരുപാട് ടെൻഷൻസ് ഉള്ളൊരു കാര്യമാണ് നീറ്റ് എക്സാമിൻ്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. സാധാരണ ഒരുപാട് കോൺട്രവേഴ്സീസും ഉണ്ടാവാറുണ്ട് നീറ്റ് എക്സാമിൻ്റെ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട്. നോർമലി നമ്മൾക്ക് എല്ലാവരും നീറ്റ് എക്സാമിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, ഈ ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല, ഈ ഡ്രസ്സുകൾ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ഡ്രസ്സ് ധരിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം തിങ്സ് നമ്മുടെ എക്സാം ഹാളിൽ അലൗഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കമ്പയർ ചെയ്തിട്ട് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കരുതലുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നീറ്റ് എക്സാമിൻ്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇപ്പോൾ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ് നമ്മൾ അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ രണ്ടിലും റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഈ മെറ്റൽ തിങ്സ് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന, ഇപ്പം പെൺകുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയറിങ്സ് അലൗഡ് അല്ല. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ്, തേർഡ് സ്റ്റഡ്, ഇങ്ങനത്തെ സ്റ്റഡ്സ് ഒന്നും അലൗഡ് അല്ല. ചെയിന്, നെക്ലസ്, അതുപോലെ തന്നെ ഗോൾഡ് ചെയിന്, സിൽവർ ചെയിന്, സാധാരണ ചെയിനുകളൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ വരുന്നതാണ് വാച്ചസ് അലൗഡ് അല്ല. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ്, അതായത് ജ്വല്ലറീസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾ ഹെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്ലിപ്സ്, ക്ലച്ചസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മെറ്റൽ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതും അലൗഡ് അല്ല. സാധാരണ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഹെയർ ഓപ്പൺ ആയിട്ട് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രഞ്ചീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിബണോ വെച്ചിട്ട് നിങ്ങൾക്ക് പോണി ടെയിൽ കെട്ടി വയ്ക്കാം. അല്ലാതെ ബ്രൈഡ്സ് ഒന്നും അലൗഡ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഹെയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ആക്സസറീസ് ഒന്നും അലൗഡ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ മെറ്റാലിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾ സ്പെക്സ് വെക്കുന്നതാണെങ്കിൽ അതിൽ മെറ്റൽ ഒബ്ജക്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. അതുപോലെ തന്നെ വരുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്, റോഡ് ഇട്ടിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ എക്സംഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എക്സംഷൻസ് ഉണ്ട് എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് എത്തുക. അതായത് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, അപ്പിയർ ചെയ്യുക. ഫ്രിസ്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കുറച്ച് നേരത്തെ എത്തണം എന്നുള്ളത്. ഇനി നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ കേസസ് നോക്കാം. ഇപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡ്രസ്സസിൽ വിത്ത് പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, അതായത് പ്രിൻറ്റഡ് ആയിട്ടുള്ള, ഫ്ലോറൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡ്രസ് വിത്ത് ടെക്സ്റ്റ്, ഇതൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ഫ്രിൽസ് വരുന്ന ഡ്രസ്സസ്, പ്ലീറ്റ്സ് വരുന്ന ഡ്രസ്സസ്, ഇതൊന്നും അലൗഡ് അല്ല. ഫുൾ സ്ലീവ് വരുന്ന ഡ്രസ്സസ് അലൗഡ് അല്ല. അപ്പോൾ ഇതൊന്നും അലൗഡ് അല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് നേരെ തിരിച്ചുള്ള ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. സൽവാസ് അലൗഡ് ആണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഒരുപാട് ടെക്സ്റ്റോ പ്രിൻസോ ഒന്നും വരാത്ത, ഒരുപാട് വർക്കോ അല്ലെങ്കിൽ പോക്കറ്റ്സോ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. പാൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പെലാസോ പാൻസ്, അതുപോലെ തന്നെ ഫ്രീസ് ഉള്ള പാൻസ്, അങ്ങനത്തെ ലൂസ് പാൻസ് ഒന്നും അലൗഡ് അല്ല. ലെഗിൻസ് അലൗഡ് അല്ല, ജീൻസ് അലൗഡ് അല്ല. അപ്പോൾ സാധാരണ സൽവാറിൻ്റെ പാൻസ് ഉണ്ടല്ലോ, ആ പാൻസ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ പോക്കറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും മെറ്റാലിക് ഒബ്ജക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്, ഇപ്പോൾ സിബ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഗേൾസിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഇന്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ മെറ്റാലിക് ഒബ്ജക്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാണാറുണ്ട്. സാധാരണഗതിയിൽ സ്പോർട്സ് വെയർസ് ആയിട്ടുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗേൾസ് ആവുന്ന സമയത്ത്. പിന്നെ ഗേൾസിന് വരുന്ന ഒരു എക്സംഷനാണ്, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ നീറ്റ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ആർ യു ഡയബറ്റിക് പേഷ്യൻസ് എന്നൊക്കെ ചോദിക്കും. ഈ ചോദിച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ നിങ്ങൾ ഫ്രിസ്കിങ്ങിന് മുമ്പ് കുറച്ച് നേരത്തെ എത്തി അവിടുത്തെ അധികൃതർക്ക് സംസാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സിൻ്റെ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാഡ്സ് ഒന്ന് ക്യാരി ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. അതവിടെ പറഞ്ഞിട്ട് എൻട്രി ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നെങ്കിൽ തന്നെ അത് കൃത്യമായി ടൈറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുക. സാധാരണഗതിയിൽ കുട്ടികൾ പറയാറുണ്ട് അത് പേപ്പറിലേക്ക് സ്പ്രെഡായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എസ്പെഷ്യലി അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ വെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരു വർഷം നമ്മൾ
നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ടുമാണ് ഈ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്, നമ്മളത് മിസ്റ്റേക്സ് വരുത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. എപ്പോഴും നമ്മൾ ഗേൾസിൻ്റെ പ്രൊക്യൂഷൻസും ഗേൾസിൻ്റെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെയാണ് അധികം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ബോയ്സിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ പ്രത്യേക ശ്രദ്ധകൾ നമുക്ക് വേണം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടീഷർട്ട്സ് ബോയ്സിനാവുന്ന സമയത്ത് ഒരു പ്ലെയിൻ ടീഷർട്ട്സ് നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഒരുപാട് പ്രിൻസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഫ്ലോറൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അറ്റയർ നിങ്ങൾക്കെന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടാണ്. അപ്പോൾ അത് റൗണ്ട് നെക്ക് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതിനകത്ത് ഒരുപാട് പ്രിൻസ് പാടില്ല, ഫ്ലോറൽസ് പാടില്ല, അതുപോലെ തന്നെ പോക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ പാൻസിൻ്റെ കാര്യത്തിലാവുന്ന സമയത്ത് ഒരുപാട് മെറ്റൽസ് ഉള്ള കാര്യങ്ങൾ, ബെൽറ്റ് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റൽസ്, ഇപ്പോൾ സിബൊക്കെ നമുക്ക് ഫ്രിസ്കിങ്ങിൻ്റെ സമയത്ത് പ്രശ്നം ഉണ്ടാകുന്നതാണ്. സാധാരണ പാൻസ് ഉണ്ടല്ലോ, അത് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ പാൻസ് അത് യൂസ് ചെയ്യുക. അതിൽ വുഡൻ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ വരുന്നത് ചപ്പൽസ് ആണ്. സ്ലിപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഷൂ അലൗഡ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഷൂ ഒക്കെ മേടിച്ചിട്ട് പുതിയ എക്സാമിന് വേണ്ടി ഷൂ മേടിച്ചിട്ട് പോകണ്ട, ഷൂ അലൗഡ് അല്ല. വി സ്ട്രാപ്പ് ആയിട്ടുള്ള സാധാരണ ചെരുപ്പ് യൂസ് ചെയ്യുക. അതിനകത്ത് പ്രിൻറ്റോ കാര്യങ്ങളൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിൻറ്റ് അതുപോലെ തന്നെ ഫ്ലോറൽ ആയിട്ടുള്ളത്, 2 കളേഴ്സ് വരുന്നത്, അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹീൽസ്, ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഹീൽസ്, ഹൈ ഹീൽസ്, ചപ്പൽസ് അലൗഡ് അല്ല. അതുപോലെ തന്നെ ബോയ്സ് ആണെങ്കിൽ ഒരുപാട് കെട്ട് വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന, അല്ലെങ്കിൽ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ക്രോക്സ്, ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വി സ്ട്രാപ്പ് ആയിട്ടുള്ള സാധാരണ സ്ലിപ്പേഴ്സ് ധരിച്ചിട്ട് പോയാൽ മതി. ഗേൾസ് ആവുന്ന സമയത്ത് ഹീൽസ് അലൗഡ് അല്ല, പ്രിൻ്റുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, മെറ്റൽസ് ഉണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ സാധാരണ വി സ്ട്രാപ്പ് ഉള്ള ചെരുപ്പിട്ടിട്ട് പോകാനുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ നീറ്റ് എക്സാമിന് ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഓരോ സ്ഥലങ്ങളിലും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ് എന്ന് വിചാരിച്ച് ഭയങ്കര ടെൻഷൻ ആവുന്നും വേണ്ട. നമ്മളുടെ വാർഡ്രോബിലകത്തുള്ള ഡ്രസ്സുകൾ തന്നെ നമുക്ക് തിരഞ്ഞെടുത്ത് കൃത്യമായി നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ധരിച്ചിട്ട് നമുക്ക് പോകാവുന്ന കാര്യമുള്ളൂ. ഒരുപാട് ടെൻഷൻ ആവണ്ട. ഒരുപാട് കോൺട്രവേഴ്സീസ് നീറ്റ് എക്സാമിന് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വോട്ട് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ പോകുന്നത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോട്ടിൻ്റെ നമ്മളിവിടെ വെക്കുന്ന മാർക്സ് ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തന്നെ NTA ഡയറക്റ്റ് ആയിട്ട് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതായത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ന്യൂസ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കും. അപ്പോൾ അതൊന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ എക്സാമിനേഷനെ ബാധിക്കേണ്ട. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ മെറ്റാലിക് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ എല്ലാം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇംപ്ലാൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിസ്കിങ്ങിൻ്റെ നേരത്തെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ അധികൃതരായിട്ട് സംസാരിച്ചിട്ട് വേണം അവിടെ എൻട്രി ചെയ്യാനായിട്ട്. ഗേൾസ് ആവുന്ന സമയത്ത് കമ്മൽ, മാല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. ജ്വൽസ് ഒന്നും അലൗഡ് അല്ല, വാച്ച് അലൗഡ് അല്ല. വീണ്ടും പറയണം, വാച്ച് അലൗഡ് അല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അലൗഡ് ആയിട്ടുള്ള ബ്രേസസ്, അതുപോലെ തന്നെ സ്പെക്സ് വിത്ത് മെറ്റൽസ്, ഇംപ്ലാന്റ്സ്, ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. അതൊന്നും ഇനി മാറ്റാനായിട്ട് നിൽക്കേണ്ട, അതെല്ലാം അലൗഡ് ആണ്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാമിനേഷൻ ഹാളിലേക്ക് എൻട്രി ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വർഷത്തെ അധ്വാനമാണ് നിങ്ങൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയിട്ട് എക്സാമിനേഷൻ എഴുതാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കരുത്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡ്രസ് കോഡൊക്കെ വളരെ ഈസിയാണ്.